അല്പസമയ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദവചനം വായിക്കുന്നു. 45 സങ്കീർത്തനത്തിൽ 2 വാക്യം. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അതിരത്തിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹീതമായ ഈ വേദവചനത്തിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ഭക്തന്മാരായ കോരഹപുത്രന്മാരുടെ ഒരു ധാന്യം, ഒരു ആലോചനയാണ്, അവർക്ക് ദൈവം നൽകിയ വെളിപ്പാടാണ് നമ്മൾ വായിച്ച ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആരെക്കുറിച്ചാണ്? അവിടെ നീ എന്ന് തിരുവെഴുത്തിൽ സംബോധന ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. എൻ്റെ സഹോദരങ്ങൾക്കായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ളത് കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി ശരീരത്തിൽ വെളിപ്പെട്ടതിൻ്റെ ദൈവിക ഉദ്ദേശമാണ് ഞങ്ങൾ യേശുക്രിസ്തുവിനെ സാക്ഷീകരിച്ചുകൊണ്ട് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്. ദൈവം എന്ന നിലയിൽ സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പീരീഡിൽ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ച വചനം, അതായത് ദൈവത്തിൻ്റെ വാക്ക് എന്നൊരു തലമുണ്ട്. നമുക്കെല്ലാവർക്കും ആ തലമുണ്ട്. നാം മനുഷ്യപുത്രന്മാരായി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വേളയിൽ നമുക്ക് ഒരു ദേഹമുണ്ട്, ഒരു ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഈ 3 തലവും കൂടെ ഒരേപോലെ പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് ശബ്ദം. ദൈവത്തിൻ്റെ ശബ്ദത്തെ വചനമെന്ന് പറയുന്നു. അത് ദൈവത്തിൻ്റെ വചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അതായത് ദൈവം എന്നുണ്ടോ അന്നു മുതലുള്ള ദൈവത്തിൻ്റെ വ്യക്തിത്വമാണ് ദൈവത്തിൻ്റെ വചനം. ഇന്നും ഈ ഭൂമിയിൽ മനുഷ്യരായിരിക്കുന്ന നമ്മളെ മനുഷ്യൻ നല്ല വ്യക്തിയാണെന്ന് സംബോധന ചെയ്യുന്ന നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. നമ്മളോട് സഹകരിക്കുന്ന മനുഷ്യർ, നമ്മളോട് ഇടപെടുന്ന മനുഷ്യർ, നമ്മളുമായിട്ട് ജീവിതം പങ്കിടുന്ന മനുഷ്യർ എല്ലാവരും നമ്മുടെ നന്മ കാണുന്നതും തിന്മ കാണുന്നതും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നിന്നാണ്. ഇതേപോലെ സർവശക്തനായ ദൈവത്തിൽ തിന്മയുണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്തിൽ നന്മ മാത്രമേ ഉള്ളൂ. ഈ നന്മ നിലകൊണ്ടിരുന്നത് കർത്താവിൻ്റെ വചനത്തിലാണ്. അപ്പോൾ ഈ വചനമെന്ന ദൈവത്തിൻ്റെ നന്മയ്ക്ക് പ്രപഞ്ചത്തിൽ പാപം വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ദൂതന്മാർ പാപം ചെയ്യുന്നതിന് മുമ്പ്, ബൈബിളിൽ പ്രകാരം നമുക്ക് പാപത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നത് ശുക്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദൂതൻ, കെരൂബ് വർഗത്തിൽപ്പെട്ട ഒരു ദൂതൻ പാപം ചെയ്തപ്പോഴാണ് പാപത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലും യെശയ്യാ പ്രവചനം 11-14 മുതലുള്ള വാക്യത്തിലും യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിലും ആണ് നമുക്ക് ഈ സത്യത്തെക്കുറിച്ചുള്ള അറിവ് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ.
14-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നത്. നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുവിനെ വിരിച്ചിരിക്കുന്നു, കൃമി നിനക്ക് പുതപ്പായിരിക്കുന്നു. അർണോൻ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കെട്ടുന്നവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മഹോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയിലെ രാജ്യങ്ങളെ കുലുക്കുകയും ഭൂലോകത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ഭക്തന്മാരെ വീട്ടിലേക്ക് അഴിച്ചു വിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്ന് നിരൂപിക്കും. ഇത് കാണുന്നത് ദൈവം അവനെ ന്യായം വിധിച്ച് തീപ്പൊയിലേക്ക് തള്ളിക്കളഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ്. അപ്പോൾ അവൻ്റെ പാപം, അവിടെയാണ് നമുക്ക് പാപത്തെക്കുറിച്ച് കാണുന്നത്. എന്താണ് പാപം? ദൈവകൽപ്പന നിരസിക്കുന്നതാണ് പാപം. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി, അതായത് ദൈവം ആരാണ്? ഈ ശുക്രനെ സൃഷ്ടിച്ചവനാണ്. ശുക്രൻ ആരാണ്? അരുണോദയ പുത്രനാണ് ശുക്രൻ. അപ്പൊ അരുണോദയം എന്ന് പറഞ്ഞാൽ ആരാണ്? ഉദയം. അരുണോദയം എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം. ഉദയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മരണമില്ലായ്മ. അതായത് എപ്പോഴും പ്രസന്റ് ആയിരിക്കുന്ന, മരണമില്ലാത്ത അവസ്ഥ, ആമേൻ, അവസാനമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയുള്ളത് ആരാണ്? ദൈവം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ, ഈ അരുണോദയം എന്ന് പറയുന്നത് ആരാണ്? നസറനായ യേശുക്രിസ്തു. അപ്പൊ നസറനായ യേശുക്രിസ്തുവിന്റെ പുത്രനായിരുന്നു ആര്? ശുക്രൻ. ഈ ശുക്രൻ എന്ന പുത്രൻ, അവന് ദൈവം കൊടുത്ത വാഴ്ച, അല്ലെങ്കിൽ ദൈവം കൊടുത്ത അധികാരം, ദൈവം കൊടുത്ത സ്ഥാനം അവൻ ദൈവഹിതപ്രകാരം ഉപയോഗിക്കേണ്ടതിന് പകരം അവൻ്റെ യുക്തിയുടെ വഴി തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ഹിതത്തിനു വിരോധമായി പ്രവർത്തിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവം അവനെ അശുദ്ധനെന്നെണ്ണി അവനെ ഇരുത്തിയിരുന്ന സ്ഥാനത്ത് നിന്ന്, അവന് കൊടുത്തിരുന്ന സ്ഥാനത്ത് നിന്ന് അവനെ പുറത്താക്കി. അന്നു മുതൽ ഈ ലോകത്തിൻ്റെ പ്രഭുവാകുന്ന സാത്താൻ ദൈവത്തിനും ദൈവത്തിൻ്റെ പ്രവർത്തികൾക്കും വിരോധമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാപത്തിൻ്റെ ഉത്ഭവം. ഈ പാപത്തിന് അവസാനം വരുത്തുവാൻ വേണ്ടിയാണ്, അല്ലെ, ഈ പാപത്താൽ ഉണ്ടായ മനുഷ്യവർഗത്തിനുണ്ടായ ബന്ധനങ്ങൾ അഴിക്കുവാൻ വേണ്ടിയും ഈ പാപത്തിന് അറുതി വരുത്തുവാൻ വേണ്ടിയാണ് ദൈവവചനം വ്യക്തിത്വം ധരിക്കുന്നത്. അതുവരെ ദൈവത്തിൻ്റെ വചനത്തിന് വ്യക്തിത്വം ഉണ്ടായിരുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ വചനം വ്യക്തിത്വം ധരിക്കുവാനുണ്ടായ കാരണം പാപത്തിന് അറുതി വരുത്തുക എന്നുള്ളതാണ്. യെഹെസ്കേൽ പ്രവചനം 28 പറഞ്ഞ ഷോർ രാജാവിനെ കുറിച്ച് ഉള്ള പ്രവചനമെന്നാണ്. അവിടെ പിശാചിനെ വിളിച്ചിരിക്കുന്ന പേര് ഷോർ രാജാവെന്നാണ്. ഇവിടെ വിളിച്ചിരിക്കുന്നത് അരുണോദയത്തിന്റെ പുത്രനായിരുന്ന ശുക്രൻ എന്നാണ്. ഇവിടെ വിളിച്ചിരിക്കുന്ന പേര് ശുക്രൻ എന്നാണ്. ഹല്ലേലൂയ. എന്നാൽ യഹൂദന്മാരെ പിശാചിനെ വിളിച്ച പേരെന്താണ്? ബയസെബൂൽ എന്നാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എങ്ങനെ തന്നെയായിരുന്നാലും പാപം ആദ്യം ചെയ്തത് പിശാചാണ്, സാത്താനാണ്. സ്തോത്രം. എതിർശക്തിയാണ്, ദൈവത്തിൻ്റെ എതിർശക്തിയായി തീർന്ന ദൂതനാണ്. അവൻ കെരൂബ് വർഗത്തിൽപ്പെട്ടതാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. കാരണം യെഹെസ്കേൽ പ്രവചനത്തിൽ അത് എഴുതിയിട്ടുണ്ട്, അവൻ കെരൂബ് വർഗത്തിൽപ്പെട്ടതാണ്. പ്രിയരെ,
കെരൂബ് വർഗത്തിൽപ്പെട്ട ദൈവത്തോട് പകവെച്ചു നടക്കുന്ന, ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന ഈ ദൂതനെ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവസരം കൊടുത്തു. പിശാചിൻ്റെ ശബ്ദം ഉപയോഗിച്ച് എന്ത് ചെയ്തു? മനുഷ്യനെ പാപമാക്കി തീർത്തു. പാപമില്ലാത്ത മനുഷ്യനെ പാപമാക്കി തീർക്കുവാൻ പിശാച് ഏത് ആയുധം ഉപയോഗിച്ചു? ശബ്ദം ഉപയോഗിച്ചു. അതായത് സാത്താൻ്റെ വചനം ഉപയോഗിച്ചു. അപ്പോൾ ദൈവമാകുന്ന കർത്താവ് ഈ സാത്താൻ്റെ പ്രവൃത്തിയെ അഴിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം ഈ ഭൂമിയിൽ ശരീരത്തിൽ വെളിപ്പെട്ടു. ഇതിന് കാരണം ആദ്യ മനുഷ്യൻ സ്ത്രീയും ശരീരത്തിലായിരുന്നു. ദൈവം കൊടുത്ത ഒരു ശരീരത്തിൽ ആയിരുന്നു. അവർ വിശുദ്ധരായിരുന്നു, അവർ പാപരഹിതരായിരുന്നു. അവരിൽ പിശാചിൻ്റെ പ്രവൃത്തി ഒട്ടും ഉണ്ടായിരുന്നില്ല. അവരിൽ പിശാചിന് സ്വാധീനം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ പിശാചിൻ്റെ വാക്ക് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. അത് അവർക്ക് നന്മയായിരുന്നില്ല. പിശാചിൻ്റെ വാക്ക് കേൾക്കണമെന്ന് ദൈവഹിതമായിരുന്നില്ല. എന്നാൽ പിശാചിൻ്റെ വാക്ക് കേൾക്കുക എന്ന് പറഞ്ഞാൽ പിശാചിനെ അനുസരിക്കുക. നമുക്ക് ദൈവം ഫ്രീ ബിൽ തന്നിട്ടുണ്ട്, അതായത് എന്ത് തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം. സാത്താൻ്റെ വാക്ക് കേൾക്കാനും ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാനുമുള്ള അനുവാദം ദൈവം മനുഷ്യർക്ക് കൊടുത്തിരുന്നു. സാത്താൻ്റെ വാക്ക് കേൾക്കുക എന്നുള്ളത് ദൈവഹിതമായിരുന്നില്ല. പക്ഷേ ദൈവം അവർക്ക് അനുവാദം കൊടുത്തിരുന്നു. അവർക്കത് ഉപേക്ഷിക്കാമായിരുന്നു, അവർക്ക് സ്വീകരിക്കാമായിരുന്നു. ഇത് രണ്ട് അവസ്ഥ മനുഷ്യന് ദൈവം കൊടുത്തു. നന്മ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ തിന്മ തിരഞ്ഞെടുക്കാം. ഇന്നും കർത്താവായ യേശു ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ മനുഷ്യരെ വിളിച്ചിട്ട് ദൈവം മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്ന നിയമം ഇത് തന്നെയാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ നന്മയും വെക്കുന്നു, തിന്മയും വെക്കുന്നു. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന അനുസരിച്ചാണ് നമ്മുടെ അടുത്ത കാലത്തുള്ള പീരീഡ്, ജീവിതം ആരംഭിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ചിന്താവിഷയം അതല്ലല്ലോ. എൻ്റെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത് മനുഷ്യൻ്റെ മുമ്പിൽ, ആദ്യ മനുഷ്യൻ്റെ മുമ്പിൽ പിശാച് തിന്മയെന്ന പിശാചിൻ്റെ വചനം അവൻ്റെ മുമ്പിൽ വെച്ചു. പിശാചിന് മനുഷ്യർക്ക് വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാമായിരുന്നു, തിരസ്കരിക്കാമായിരുന്നു. മനുഷ്യന് വേണമെങ്കിൽ പിശാചിൻ്റെ വചനത്തെ തിരസ്കരിക്കാമായിരുന്നു. എന്നാൽ മനുഷ്യർ ദൈവത്തിൻ്റെ വാക്കുകളേക്കാൾ അധികം പിശാചിൻ്റെ വാക്കിനെ തിരഞ്ഞെടുത്തു. പിശാചിൻ്റെ വാക്കുകൾ തിരഞ്ഞെടുത്ത അവരിൽ പിശാച് ബന്ധിച്ചു. പിശാചിൻ്റെ വാക്ക് അവരനുസരിച്ചപ്പോൾ അവർ ബന്ധനസ്ഥരായി തീർന്നു. പിശാചിൻ്റെ വാക്കിനാൽ അവർ ബന്ധിക്കപ്പെട്ടു. ഈ ബന്ധനത്തെ അഴിക്കുവാനാണ് ദൈവവചനം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവവചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നത്? പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, എന്തിനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്? പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ. അപ്പൊ പിശാചിൻ്റെ പ്രവൃത്തി എങ്ങനെയായിരുന്നു? ഏദേനിൽ വചനത്താലായിരുന്നു അവൻ എന്ത് ചെയ്തത്? പിശാച് പ്രവർത്തിച്ചത്. ഏദേനിൽ ഔവയെ വശീകരിച്ചത് എങ്ങനെയാണ്? വചനത്താൽ. ഏത് വചനമാണ്? സാത്താനിക വചനം, അശുദ്ധിയുടെ വചനം. ഹല്ലേലൂയ. അവൻ്റെ സാത്താനിക വചനം കൊണ്ട് പാവമായി തീർന്ന വചനം. എന്തുകൊണ്ടാണ് അത് അശുദ്ധമായ വചനമായത്? അവൻ അതിനു മുമ്പ്, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? അവൻ പാപം ചെയ്തു. അതെന്നെന്ന് ബൈബിളിൽ പറയുന്നില്ല. പക്ഷെ അവൻ പാപം ചെയ്തത് എന്താണ്? പാപം ചെയ്തത് അവൻ ദൈവത്തോട് മത്സരിച്ചു. ദൈവസന്നദ്ധിയിൽ അവൻ മത്സരമുള്ളവനായി തീർന്നു. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവൻ അശുദ്ധനായി തീർന്നു. അവൻ ദൈവത്തോട് മത്സരിച്ചു. ആകയാൽ ദൈവം അവനെ അശുദ്ധനെന്ന് എണ്ണി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അവനെ നീക്കിക്കളഞ്ഞു.
അന്നു മുതൽ അവൻ ദൈവത്തിനെതിരെ മത്സരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ പിശാചിന് അല്ലെങ്കിൽ ശുക്രന്റെ, ദൈവത്തോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുക്രന്റെ പാപപ്രവർത്തികൾക്ക് അറുതി വരുത്തുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, പാപം ചെയ്യുവാനല്ല. മനുഷ്യൻ പാപം ചെയ്യാനോ സാത്താന്റെ വാക്ക് കേൾക്കുവാനോ അല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പാപത്തിന് അറുതി വരുത്തുവാനാണ്. പക്ഷേ മനുഷ്യന്റെ മുമ്പിൽ ദൈവം എന്ത് ചെയ്തു? നന്മ തിന്മകളെ തിരഞ്ഞെടുക്കുവാനുള്ള നിയമം വെച്ചു. നന്മ തിരഞ്ഞെടുത്താൽ ദൈവം അനുസരിക്കുകയും ദൈവഹിതപ്രകാരം ജീവിക്കുകയും വേണം. അപ്പോൾ ദൈവത്തിന്റെ ഹിതം അവനിൽ നിവൃത്തിയാവും. തിന്മ തിരഞ്ഞെടുത്താൽ അവൻ പിശാചിനാൽ ബന്ധിക്കപ്പെടും. പിശാചിനാൽ ബന്ധിക്കപ്പെടേണ്ടതിന് പിശാച് മനുഷ്യന്റെ മുമ്പിൽ തിന്മ തിരഞ്ഞെടുക്കേണ്ടതിന് പിശാച് ഉപയോഗിച്ച പിശാചിന്റെ ആയുധമാണ് പിശാചിന്റെ വചനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ അത് വ്യക്തമായി വായിക്കുന്നുണ്ട്. പിശാച് അവയോട് അടുത്ത് വന്നിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു ദിവസം കൊണ്ട് പിശാച് വാക്കുകളാൽ വശീകരിച്ച് അവയെ തോൽപ്പിച്ചു കാണും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും ആയിരിക്കില്ല. തിരുവെഴുത്തിലൊന്നും തെളിവൊന്നുമില്ല ഒരു ദിവസമാണോ ഒരുപാട് ദിവസമാണെന്നും ബൈബിളിൽ എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, തിരുവെഴുത്തിൽ കർത്താവാകുന്ന ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറയുന്നു, ഉപായത്താലാണ് അവയെ വഞ്ചിച്ചതെന്ന് 2 കൊരിന്ത്യർ 11-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം ഉപായം ഉപയോഗിക്കണമെങ്കിൽ ഒരു വ്യക്തി, മാനുഷിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഉപായം ചെയ്യണമെങ്കിൽ എന്തുണ്ടാകണം? ഒരു നീണ്ട പീരീഡിലുള്ള ഒരു കൂട്ടായ്മ വേണം. എന്നാൽ മാത്രമേ ആദ്യ മനുഷ്യനായാലും ഇപ്പോഴുള്ള മനുഷ്യരായാലും ഒരു കാര്യം വിശ്വസിക്കുള്ളൂ. പിശാച് സ്ത്രീയോട്, ഉൽപ്പത്തി 3-ന്റെ 2-ാം വാക്യം, സ്ത്രീ പാമ്പിനോട്, അതിൽ 1-ാം വാക്യം, കർത്താവായി ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുമൃഗങ്ങളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതായത് സ്ത്രീയോട് പിശാച് സംസാരിച്ചു, പാമ്പ് സംസാരിച്ചു. പാമ്പ് സംസാരിക്കുവാൻ പാമ്പ് ഉപയോഗിച്ചത് എന്താണ്? വചനമാണ്. ഹല്ലേലൂയ. ഈ വചനത്താൽ, പിശാചിന്റെ വചനത്താൽ, അതായത് പാപമായി തീർന്ന അവന്റെ ശബ്ദം, അവൻ എന്നാണോ അവൻ ദൈവത്തോട് പാപം ചെയ്തത്, അവനെ പാപിയാണെന്ന് ദൈവം വിധിച്ചത്, അവനെ ദൈവസന്നിധിയിൽ നിന്ന് ദേവപർവ്വത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞത്, അവൻ ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങിയത്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായി പ്രവർത്തിക്കാൻ തുടങ്ങി, അന്നു മുതൽ അവൻ പാപമായി തീർന്നു. പാപമായി തീർന്നപ്പോൾ അവന്റെ ശബ്ദവും എന്തായി തീർന്നു? പാപമായി തീർന്നു. ആകയാൽ ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യരിൽ ഒരാളായ സ്ത്രീയോട് പിശാച് ചോദിക്കുകയാണ്, സ്തോത്രം, തോട്ടത്തിലെ യാതൊരു വൃക്ഷഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അവിടെയും ഒരു സൂത്രമാണ് ഉപയോഗിക്കുന്നത്. എല്ലാ വൃക്ഷഫലവും തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടില്ലെന്ന് സാത്താനും അറിയാം. കർത്താവ് മനുഷ്യർ ദൈവത്തെ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയേണ്ടതിന് ദൈവം അവരോട് പറഞ്ഞു, തോട്ടത്തിലെ നടുക്കിരിക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. അപ്പോൾ അങ്ങനെ ഒരു കൽപ്പന വന്നതുകൊണ്ട് പിശാച് ആ കൽപ്പനയെ മറച്ചു വെച്ചുകൊണ്ട് സൂത്രത്തിൽ, വഞ്ചനയിൽ, ഉപായരൂപേണ സ്ത്രീയോട് ചോദിക്കുകയാണ്, തോട്ടത്തിലെ യാതൊരു വൃക്ഷഫലവും നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു സംശയം കൂടി ഇട്ട് കൊടുത്തു. അതാണ് പിശാചിന്റെ വചനത്തിന്റെ പ്രത്യേകത. പിശാചിന്റെ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സംശയം ഇട്ടുകൊടുക്കുക, ഒരു വഞ്ചന സ്വരൂപിച്ചു വെക്കുക, ഒരു സൂത്രം ആ വാക്കുകളിൽ ഒതുക്കി വെക്കുക, ഒരു ഉപായം ആ ശബ്ദത്തിൽ, ആ വചനത്തിൽ, അവന്റെ വാക്കുകളിൽ
ഇന്നും ഈ ലോകത്തിൽ മനുഷ്യർ സംസാരിക്കുമ്പോഴും അത് പൈശാചിക സംസാരമാണെന്ന് തിരിച്ചറിയുവാനുള്ള ഏക വഴി എന്താണ്? ഏത് മനുഷ്യൻ സംസാരിച്ചാലും, ഏത് വ്യക്തി സംസാരിച്ചാലും, സംസാരത്തിനിടയിൽ ഒരു സൂത്രമുണ്ടെങ്കിൽ, ഒരു വഞ്ചനയുണ്ടെങ്കിൽ, ഒരു 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 കള്ളത്തരം, കാപട്യം നിറഞ്ഞിരിക്കുന്നെങ്കിൽ, നിശ്ചയമായും ആ ബുദ്ധി, ആ ആലോചന, ഏത് വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്നു, ആ വ്യക്തിയിൽ നിന്ന് പുറപ്പെടുന്ന അവളുടെ വാക്ക്, അത് പൈശാചികമാണ്. ഏദനിൽ അതാണ് സംഭവിച്ചത്. പൈശാചികമായ വചനം, സ്തോത്രം, അവയോട് സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുവാൻ ഒരു നിമിഷം കൊണ്ട് വന്നിട്ട് ഇങ്ങനെ സൂത്രം ഉപയോഗിച്ചിരുന്നെങ്കിൽ അവൾ കേൾക്കില്ല. പല പ്രാവശ്യമുള്ള കൂട്ടായ്മ, അതാണ് എൻ്റെ കാരണം. സ്തോത്രം. ദൈവം എന്തിനു വേണ്ടിയാണ് ആദ്യ മനുഷ്യനെ സ്ത്രീയെ സൃഷ്ടിച്ചത്? അവർ ഒരുമിച്ചിരിക്കുവാനും, അവർ വിട്ടുപിരിയാതെ അപ്പനും അമ്മയോടും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചൊരു ഇങ്ങനെയുള്ളൊരു നിയമത്തിൻ്റെ കീഴിലാണ്. അന്ന് അവർക്ക് അപ്പനും അമ്മയും ദൈവമായിരുന്നു. അതെല്ലാം വിട്ടുപിരിഞ്ഞ്, അത് ദൈവമായിട്ടുള്ള എപ്പോഴുമുള്ള ബന്ധമായിരുന്നു സ്ത്രീയെ സൃഷ്ടിക്കുന്നതിന് മുമ്പിട്ട് ആദ്യം മനുഷ്യനുണ്ടായിരുന്നത്. അതിൽ നിന്ന് അല്പം ലൂസ് വന്ന്, അയവ് വന്ന്, സ്തോത്രം, സ്ത്രീയോട് പറ്റിച്ചേർന്നിരിക്കാനാണ് ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സ്ത്രീയെ സൃഷ്ടിച്ചത്. അപ്പം അവരെപ്പോഴും കൂട്ടായ്മയിലിരിക്കണം. ആരുമായിട്ട്? ആദ്യ മനുഷ്യനുമായിട്ട് എപ്പോഴും കൂട്ടായ്മയിലിരിക്കണമായിരുന്നു സ്ത്രീ. പക്ഷേ പുരുഷനില്ലാത്ത സമയം സാത്താൻ പാമ്പ് രൂപത്തിൽ ചെല്ലുമ്പോൾ അവിടെ പുരുഷൻ ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അതുകൊണ്ടാണ് സ്ത്രീയെ പ്രത്യേകമായി വശീകരിപ്പാൻ ഇടവരുത്തിയത്. ആദ്യ പ്രാവശ്യം ചെല്ലുമ്പോഴും പുരുഷനില്ലാത്ത സമയം നോക്കി ചെല്ലുമ്പോൾ അവൾ വീണ്ടും ചെല്ലുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ഒരു പ്രാവശ്യം ചെന്നപ്പോഴേ അവൾ വിലക്കിയിരുന്നെങ്കിൽ വീണ്ടും ചെല്ലത്തില്ലായിരുന്നു. അവൾ പല പ്രാവശ്യം അവസരം കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അവൾ വശീകരിക്കപ്പെട്ടത്, ചതിക്കപ്പെട്ടത്, വഞ്ചിക്കപ്പെട്ടത്. അവൾ പിശാച് അവളോട് സൂത്രം ഉപയോഗിച്ചത്. എന്നെ കേൾക്കുന്നതിൻ്റെ സഹോദരങ്ങളെ, പിശാച് ഉപയോഗിച്ച വചനം, ആ വചനം പൈശാചികമായിരുന്നു. ആ വചനത്തിൻ്റെ പ്രവൃത്തി, വ്യാജമായ പൈശാചിക വാക്കുകളെ പിശാച് മനുഷ്യനെ കെട്ടുവാൻ ഉപയോഗിച്ച ഉപായരൂപേണയുള്ള വചനത്തെ അഴിക്കേണ്ടതിനാണ്. ആ വാക്കുകളെ അനുസരിപ്പാൻ, അവൻ്റെ വാക്കുകളെ അനുസരിപ്പാൻ മനുഷ്യൻ തീരുമാനമെടുത്തപ്പോൾ, അവൻ ആ വാക്ക് കേട്ട് അനുസരിച്ചു കഴിഞ്ഞപ്പോൾ, അവൾ ആദ്യം അനുസരിച്ചു, അവൻ രണ്ടാമത് അനുസരിച്ചു കഴിഞ്ഞപ്പോൾ അവനും അവളും എന്തായി തീർന്നു? പാപമായി തീർന്നു. ഏതിനാൽ? പിശാചിൻ്റെ വചനത്താൽ. അപ്പൊ പിശാചിൻ്റെ വചനത്താൽ പാപമായി തീർന്ന മനുഷ്യൻ അപ്പോൾ എന്ത് സംഭവിച്ചു? മനുഷ്യൻ്റെ ആത്മാവ് ഏദനിൽ വെച്ച് തന്നെ മരിച്ചു. പിന്നെ ഉണ്ടായിരുന്ന ദേഹവും ദേഹിയും പാപമായി തീർന്നു. സ്തോത്രം. അപ്പോൾ പാപമായി തീർന്ന മനുഷ്യൻ്റെ ദേഹവും ദേഹിയും, ഹല്ലേലൂയ, ദേഹവും ദേഹിയും പാപമായി തീർന്നത് കൊണ്ട് മനുഷ്യനിൽ പിന്നെ ആത്മാവിന് ജീവിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ആത്മാവ് ശരീരത്തെ വിട്ട് പുറത്തുപോയി. അതിനെയാണ് മരണം എന്ന് പറയുന്നത്. ഏദനിൽ വെച്ച് എന്ത് സംഭവിച്ചു? മരണം സംഭവിച്ചു. മരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാട്. ഏതിൽ നിന്ന് വേർപെട്ടു? ദൈവത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന് വേർപെട്ടു. ദൈവം സമം വിശുദ്ധി, വിശുദ്ധിയിൽ നിന്ന് മനുഷ്യൻ വേർപെട്ടു. അങ്ങനെ മനുഷ്യൻ്റെ ദേഹവും ദേഹിയും എന്തായി തീർന്നു? പാപമായി തീർന്നു. ഇപ്പൊ പാപമായിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ്റെ ദേഹവും ദേഹിയും പാപമായി തീർന്നതിന് ശേഷം ദൈവം അവരെ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾക്കും എനിക്കറിയാം. അതിനുശേഷം അവർക്ക് തലമുറ ജനിച്ചു. ആ തലമുറയിൽപ്പെട്ടവരാണ് നമ്മളും. എൻ്റെ വാക്ക് നിങ്ങളും ഞാനും ആ തലമുറയിൽപ്പെട്ടതാണ്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ അമ്മ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ പാപത്തെ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുകയാണ്. അപ്പൊ പാപത്തെ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച ഈ ശരീരത്തിൽ ദൈവത്തിന് വീണ്ടും, അല്ലെങ്കിൽ ദൈവവചനത്തിന് വീണ്ടും ജനിക്കാൻ പറ്റത്തില്ല. അതിന്
ദൈവം ഒരുക്കിയ പദ്ധതിയാണ് യേശു ക്രിസ്തു. ദൈവം വീണ്ടും, ദൈവവചനം നമ്മളിൽ വീണ്ടും ജനിക്കണമെങ്കിൽ, ദൈവ ആത്മാവ് നമ്മളിൽ വീണ്ടും ജനിക്കണമെങ്കിൽ നമ്മളിലുള്ള ദേഹവും ദേഹിയും പാവരഹിതമാകണം. മനുഷ്യൻ്റെ കർമ്മപ്രവർത്തികൾ കൊണ്ടോ മനുഷ്യൻ്റെ നീതിപ്രവർത്തികൾ കൊണ്ടോ ഈ ഭൂമിയിലുള്ള മനുഷ്യൻ്റെ ഏതെങ്കിലും തലത്തിലുള്ള പ്രവർത്തികൾ കൊണ്ടോ മനുഷ്യൻ്റെ ദേഹവും ദേഹിയും വിശുദ്ധീകരിക്കപ്പെടത്തില്ല. മനുഷ്യൻ്റെ ദേഹവും ദേഹിയും വിശുദ്ധീകരിക്കപ്പെടുവാൻ ദൈവം വച്ചിരിക്കുന്ന, ദൈവം ഒരുക്കിയ നിയമമാണ് യേശു ക്രിസ്തു. അതിന് ദൈവം ഉപയോഗിച്ച ദൈവത്തിൻ്റെ ഉപയോഗപാത്രമാണ് ദൈവവചനം. ഈ വചനം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നു. അതായത് തിരുവെഴുത്ത് പറയുമ്പോൾ ഒടുക്കലത്തെ ആദമായി തീർന്നു. ഒന്നാമത്തെ ആദം പൈശാചികനാൽ, സാത്താനാൽ ബന്ധിക്കപ്പെട്ടപ്പോൾ, സാത്താനാൽ കെട്ടപ്പെട്ടപ്പോൾ, ആ സാത്താന്റെ വചനത്താൽ കെട്ടപ്പെട്ടപ്പോൾ ആ പ്രവൃത്തി അഴിപ്പാൻ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നു. അതായത് ദൈവവചനം ഭൂമിയിൽ മനുഷ്യനായി വെളിപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ക്ലിപ്പുകളിൽ ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു? പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ ദാസി മറിയം ഗബ്രിയേൽ ദൂതൻ്റെ വാക്കനുസരിച്ച് ഇപ്രകാരം ദൈവസന്നിധി സമർപ്പിച്ചേൽപ്പിച്ചു: ഞാൻ കർത്താവിൻ്റെ ദാസി, ദൈവഗീതം പോലെ എന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നു, ദൈവശക്തി അവളുടെ മേൽ നേരിട്ടു. ആകയാൽ ഒരു ജനനം നടന്നു. അതിനെ ആ ജനനമാണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ മനുഷ്യ ശരീരത്തിൽ വെളിപ്പെട്ട ആ വെളിപ്പാടാണ് നമ്മുടെ കർത്താവായ യേശു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ പറഞ്ഞു: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം ഭൂമിയിൽ ശരീരത്തിൽ വെളിപ്പെട്ടതാണ് പുത്രൻ. അർത്ഥാൽ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും ഒന്ന് തന്നെയാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ വചനം തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവും വിശുദ്ധമാകയാൽ ഈ വിശുദ്ധമായ വചനമായ ആത്മാവ് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ മനുഷ്യനായി വെളിപ്പെട്ട വെളിപ്പാടാണ് നസറനായ യേശു എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പം വചനവും ആത്മാവും ശരീരം ധരിച്ച്, ആ ശരീരത്തെ മറിയം ഗർഭം ധരിച്ച് പ്രസവിച്ച കുഞ്ഞിന് അവർ യേശു എന്ന പേരിട്ടു. അപ്പം യേശു എന്ന പേര് ജനിച്ചപ്പോഴേ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം മറിയത്തോട് ഈ ആലോചന പറഞ്ഞ ഗബ്രിയേൽ ദൂതൻ ആരുടെ വാക്ക് കേട്ടാണ് ഇങ്ങോട്ട് വന്നത്? മറിയത്തിൻ്റെ അരികിലേക്ക് വന്നത് യേശുവിൻ്റെ വാക്ക് കേട്ടാണ്. വിശുദ്ധ തിരുവെഴുത്തിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു: പരിശുദ്ധ പിതാവേ, അവർ ശിഷ്യന്മാർ നമ്മെ പോലെ ഒന്നായി തീരേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ പേരിൽ അവരെ കാത്തുകൊള്ളണം. അങ്ങനെയാണെങ്കിൽ പുത്രന് യേശു എന്ന പേര് കൊടുത്തത് പിതാവായ ദൈവമാണ്. പിതാവായ ദൈവത്തിൻ്റെ പേരാണ് യേശു എന്ന പേര്. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം എന്നാ ഉള്ളത്? ദൈവം എന്നുണ്ടോ അന്ന് മുതൽ ദൈവമായ പിതാവുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യേശു എന്ന പേര് ആരംഭമില്ല, അവസാനമില്ല. അപ്പം ജനിച്ച കുഞ്ഞിന് യേശു എന്ന് പേരിടാൻ ദൈവം ആലോചന കൊടുത്തത്, ഗബ്രിയേൽ ദൂതന് മുഖാന്തരം ആലോചന കൊടുത്തത് എന്തുകൊണ്ടാണ്? ഈ ജനിച്ചത് ആരാണെന്നുള്ളത് അറിയണം. അതാരാണ്? ദൈവത്തിൻ്റെ വചനമായ ആത്മാവ്. ദൈവം ആരാകുന്നു? ആത്മാവാണ്. അപ്പം ആത്മാവായ ദൈവത്തിൻ്റെ പേര് തന്നെയാണ് ഈ ശരീരത്തിനും ദൈവം ഇടുവാൻ കൽപ്പിച്ചത്. എന്തുകൊണ്ടാണ് ആ ശരീരത്തിൽ ഇടാൻ കൽപ്പിച്ചത്? ആ ശരീരം പുത്രനായതുകൊണ്ടാണ് ആ ശരീരത്തിന് യേശു എന്ന പേരിടാൻ ദൈവം കൽപ്പിച്ചത്, ദൂതൻ മുഖാന്തരമായി. അപ്പോൾ ആ യേശു എന്ന ശരീരത്തെ എന്തിനാ പേരിട്ടത്? ശരീരത്തെയാണ് യേശു എന്ന പേരിട്ടത്. ആ പിശാചിൻ്റെ പ്രവൃത്തി ഏദേനിൽ വെച്ച് എവിടെയാണ് സംഭവിച്ചത്? ശരീരത്തിൽ.
ആമേൻ. ആദ്യം മനുഷ്യൻ്റെയും സ്ത്രീയുടെയും ശരീരത്തിലാണ് പിശാച് കെട്ടിയത്. ആമേൻ. പിശാച് ശരീരത്തിൽ കെട്ടിയപ്പോൾ ആത്മാവ് മരിച്ചു, ജീവൻ അശുദ്ധമായി തീർന്നു. ഹല്ലേലൂയ. എന്താണ് ഏദനിൽ സംഭവിച്ചത്? ദൈവം ഒരു സ്വരൂപം, ദൈവത്തിൻ്റെ രൂപത്തിലും സദൃശത്തിലും ഒരു സ്വരൂപം ഉണ്ടാക്കിയിട്ട് ആ സ്വരൂപത്തിനകത്ത് ആത്മാവിനെ നിർമ്മിച്ചുണ്ടാക്കി കഴിഞ്ഞാണ് അത് ജീവനുള്ള ദേഹിയായി തീർന്നത്. അപ്പം ഈ ദേഹി ആത്മാവ് മുഖാന്തരമായിട്ടുണ്ടായതാണ്, പക്ഷേ ശരീരത്തിൽ ഉളവായതാണ്. അതുകൊണ്ട് അവൻ ആദ്യ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ശരീരം പാപമായി തീർന്നു, ആത്മാവ് അവനെ വിട്ടു മാറി, അവൻ്റെ ശരീരത്തിൻ്റെ ദേഹിയും അശുദ്ധമായി തീർന്നു. ഈ ദേഹിയിൽ നിന്നുള്ള ദേഹി അഥവാ ശരീരത്തിലുള്ള പിശാചിൻ്റെ വചനത്താൽ കെട്ടപ്പെട്ടിരിക്കുന്ന ഈ അഴിക്കാൻ സ്തോത്രം, ദൈവം ആരായി തീരണമായിരുന്നു? മനുഷ്യപുത്രനായി തീരണമായിരുന്നു. ഇവിടെ നമ്മൾ തിരുവെഴുത്തിൽ വായിച്ചത് എന്താണ്? നീ, അതായത് മനുഷ്യപുത്രൻ, അതായത് യേശു ക്രിസ്തു, നീ അതിസുന്ദരനാണ്. എന്താണ് ഈ അതിസുന്ദരൻ എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. അപ്പോൾ നീ എന്ന മനുഷ്യപുത്രൻ അതാരാണ്? പിശാച് ദേഹത്തിൽ ആദ്യ മനുഷ്യൻ്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ ബന്ധിച്ച ബന്ധനം അഴിക്കുവാൻ ദൈവമെന്ന ആത്മാവായ വചനം ഒരു ശരീരം ധരിച്ചു. ഈ ശരീരമാണ് എന്ത്? നീ. കർത്താവ് വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ ബാക്കി ചിന്തിക്കാം. ദൈവമായ പരിശുദ്ധ പിതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.